ഹായ് എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അർജുനെ കണ്ട് രാജേശ്വരി പറയുകയാണ്, ചേടാ അത് ആ വക്കീലല്ലേ? ഭക്ഷണം ഓർഡർ ചെയ്ത ശേഷം ബാലചന്ദ്രൻ രാജേശ്വരിയുടെ അടുത്തേക്ക് വരികയാണ്. എന്താ ചേച്ചി, നീ ഇവിടെ ഇരിക്ക് എന്ന ശേഷം എന്താ ചേച്ചി എന്ന് വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, അതാണ് അഡ്വക്കേറ്റ് അർജുൻ ശങ്കർ. ഏത് അഡ്വക്കേറ്റ്? അന്നേരം രാജേശ്വരി പറയുകയാണ്, നമ്മുടെ സത്യഭാമയുടെ ഒരേ ഒരു മരുമകൻ. അന്നേരം ശാലിനിക്ക് വെയിറ്റർ ജ്യൂസ് കൊണ്ട് കൊടുക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അവിടെ രണ്ടുപേരിപ്പുണ്ട്, അവർക്ക് കൂടി കൊടുക്കണേ. പക്ഷെ ശാലിനിയെ രാജേശ്വരിയും ബാലചന്ദ്രനും കാണുന്നില്ല. രാജേശ്വരി പറയുകയാണ്, അവനോട് ഭയങ്കര കലിപ്പാണ് സത്യഭാമയ്ക്ക്. എന്തിനെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, അവര് തമ്മിൽ എന്തോ കാര്യത്തിന് പിണങ്ങി. പിന്നീട് മരുമകനെ കാണുന്നത് പോലും സത്യഭാമയ്ക്ക് ചതുർത്ഥിയാണ്. അപ്പോ കൂടെ ഇരിക്കുന്ന ആ പെണ്ണോ? അതല്ലേടാ കഥയുടെ ട്വിസ്റ്റ്. ആ ഇരിക്കുന്നതാണ് സത്യഭാമയുടെ മകൾ പ്രീതി. അതെങ്ങനെ ഈ സത്യഭാമയ്ക്ക് അവനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്? രാജേശ്വരി പറയുകയാണ്, സത്യഭാമയ്ക്കല്ലേ അവനെ ഇഷ്ടമല്ലാതുള്ളൂ, മോളുടെ കാര്യം പറഞ്ഞില്ലല്ലോ ഞാൻ. അന്നേരം ശാലിനി അവരുടെ അടുത്തേക്ക് വരുന്നത് കാണുകയാണ് ബാലചന്ദ്രനും രാജേശ്വരിയും. എന്റെ ദൈവമേ, നീ അത് നോക്കടാ, ശാലിനിയല്ലേ ശാരദാമ്മയുടെ മകൾ. ശാലിനിയെ നോക്കിയ ശേഷം ബാലചന്ദ്രൻ പറയുകയാണ്, അതെ അതവള് തന്നെ. രാജേശ്വരി പറയുകയാണ്, ഇപ്പോൾ മനസ്സിലായി കാര്യങ്ങൾ, ഇവളാണ് എല്ലാത്തിനും പിന്നിൽ നിന്ന് കളിച്ചത്. അന്ന് ഞാൻ അവിടെ സത്യഭാമയോടൊപ്പം പോയപ്പോഴും കണ്ടതാണ് ഇവള് സ്വീകരിച്ചു കൊണ്ടുപോകുന്നത്. ഇവള് തന്നെയാണ് സത്യഭാമയുടെ മകളെയും ഇവനെയും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതെന്ന് വ്യക്തമാണ്. നമുക്ക് കളിക്കാൻ ഒരു പന്ത് കിട്ടി, ഇതുകൊണ്ട് നമുക്ക് എന്താ ചേച്ചി കളിക്കാൻ പറ്റുന്നത്? അവര് ഭാര്യയും ഭർത്താവും അല്ലേ? നമ്മുടെ കളി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, നീ ഒരൽപ്പം നീങ്ങിയിരുന്നേ കാണട്ടെ. അതിനുശേഷം അവരുടെ ഫോട്ടോ എടുക്കുകയാണ് രാജേശ്വരി. എന്തിനാ ചേച്ചി ഈ ഫോട്ടോ സെക്ഷൻ? കാര്യമുണ്ട്. ആ സത്യഭാമ പറയുന്നത് അവരുടെ മക്കൾ പുണ്യവാളനും പുണ്യവാളത്തെയും ഒക്കെ ആണെന്നാണ്. അവൻ ആ വിഷ്ണുവിനെ പറ്റി ഒരിക്കലൊരു പരാതി പറഞ്ഞതാണ് ഞാൻ. അവൻ നമ്മുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ, കുടുംബശ്രീ ഹോട്ടലിനൊരു പ്രശ്നമുണ്ടാക്കാൻ പാടില്ല എന്നും പറഞ്ഞ. അന്നവൻ അങ്ങനെ പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിലൊരു സംശയം ഉണ്ടായതാണ്. ഒരുത്തൻ അങ്ങനെ രണ്ടും കൽപ്പിച്ച് സ്വന്തം അമ്മയെപ്പോലും ധിഖരിച്ച് വെളിയിൽ വരണം എന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു പെണ്ണുണ്ടായിരിക്കുമെന്ന്. അത് ശാരദയുടെ മക്കളിൽ ആരെങ്കിലും ഒരാളായിരിക്കുമെന്ന് സാരം. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ അത് അവളാണെന്നാണോ ചേച്ചി പറയുന്നത്? ഇന്നങ്ങനെ ഉറപ്പിച്ചു പറയാറായിട്ടില്ല. മൂന്നും തെറിച്ച പെണ്ണുങ്ങളല്ലേ, പക്ഷെ ഈ ഇരിക്കുന്നവരുമായിട്ട് ശാലിനിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പറഞ്ഞില്ലേ അന്ന് ഞാൻ സത്യഭാമയുടെ കൂടെ അവിടെ ചെന്നപ്പോഴും ഇവൻ അവിടെ വന്നിരുന്നു. സ്വന്തം മകളും വക്കീലുമായിട്ടുള്ള സംസാരം പോലും വിലക്കിയിരിക്കുന്ന ആളാണ് സത്യഭാമ. ആ വക്കീലും മകളുമായിട്ട് ഇവിടെ ഈ സംസർഗം നടക്കുകയാണെന്നറിഞ്ഞാൽ എന്തായിരിക്കും സത്യഭാമയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടമെന്ന് ചേച്ചി പറഞ്ഞില്ല? പറയാം, സ്വന്തം മകളെയും ഇവനെയും കൂട്ടിമുട്ടിക്കുന്നത് ഈ ശാലിനിയാണ് എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം? ഒന്ന് ആലോചിച്ചു നോക്ക്. അന്നേരം ബാലചന്ദ്രന് കാര്യം മനസ്സിലാവുകയാണ്. കൈയടിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പറയുകയാണ്, അത് കലക്കി പൊളിക്കുമെന്ന് ഉറപ്പല്ലേ? എന്നാ പിന്നെ അങ്ങനെ ചെയ്യ് ചേച്ചി, സൂപ്പർ ഐഡിയ. അന്നേരം രാജേശ്വരി പറയുകയാണ്, എപ്പോഴേ ചെയ്തു കഴിഞ്ഞു? ഇപ്പോഴേ വാട്സപ്പിലൂടെ ഈ ഫോട്ടോ സത്യഭാമയുടെ മൊബൈലിൽ എത്തിക്കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്നത് കണ്ടോ നീ? ചെറിയൊരു യുദ്ധമാണ്, കുരുക്ഷേത്ര യുദ്ധം. അന്നേരം വീട്ടിലിരുന്ന് കണക്കുകളൊക്കെ പരിശോധിച്ച് എഴുതുകയാണ് സത്യഭാമ. അന്നേരം ചായയുമായി അവിടേക്ക് വരുന്ന വിഷ്ണു പറയുകയാണ്, എന്താണ് ഒരേ കണക്കെഴുത്താണല്ലോ? ചേട്ടൻ എവിടെ അമ്മ? ബാങ്കിൽ പോയിരിക്കുകയാണ്, സ്റ്റേറ്റ്മെന്റ് എടുക്കണം ഇന്ന്. അന്നേരം സത്യഭാമയുടെ ഫോണിൽ മെസ്സേജ് ശബ്ദം കേൾക്കുകയാണ്. വിഷ്ണുവിനോട് സത്യഭാമ പറയുകയാണ്, നീ അതൊന്ന് നോക്ക്, ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കും. ഫോൺ എടുത്ത് വിഷ്ണു പറയുകയാണ്, വാട്സപ്പ് ആണല്ലോ, എന്തോ ഫോട്ടോ ആണ്. ഫോണിൽ രാജേശ്വരി അയച്ച അർജുന്റെയും പ്രീതിയുടെയും ഒക്കെ ഫോട്ടോ കണ്ട് ആകെ അമ്പരക്കുകയാണ് വിഷ്ണു. സത്യഭാമ പറയുകയാണ്, എന്താ ഫോട്ടോ നോക്കട്ടെ? ഏയ് അമ്മ അത് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഫോൺ വാങ്ങി നോക്കുകയാണ് സത്യഭാമ. പക്ഷെ എല്ലാ ഫോട്ടോയിലും പ്രീതിയുടെ മുഖം വ്യക്തമല്ല, തിരിഞ്ഞിരിക്കുന്ന ഫോട്ടോയാണ് കാണിക്കുന്നത്. പ്രീതിയെ മനസ്സിലാകാതെ സത്യഭാമ ചോദിക്കുകയാണ്, ഇതാരാടാ, ഇത് ഇവന്റെ കൂടെ? പ്രീതി ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുകയാണ് സത്യഭാമ. അതിനുശേഷം പ്രീതി എന്ന് ഉറക്കെ മുകളിലേക്ക് നോക്കി വിളിക്കുകയാണ് സത്യഭാമ. നേരം സത്യഭാമയ്ക്ക് രാജേശ്വരിയുടെ ഫോൺ വരികയാണ്. രാജേശ്വരി ചോദിക്കുകയാണ്, കണ്ടോ സത്യഭാമയെ? ദേഷ്യപ്പെട്ട് സത്യഭാമ ചോദിക്കുകയാണ്, എന്ത് കണ്ടോന്ന്? ദേഷ്യപ്പെടാൻ വരട്ടെ, ഇല്ലെങ്കിലും ഇതിൽ വലിയ കുഴപ്പമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ മകൾ അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ചെറുക്കൻ, അവർ ഒരുമിച്ച് ഒരു റെസ്റ്റോറന്റിൽ ചായ കുടിക്കുകയോ റൂം എടുക്കുകയോ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ഈ എന്ന് ദേഷ്യപ്പെട്ട് വിളിക്കുകയാണ് സത്യഭാമ. രാജേശ്വരി പറയുകയാണ്, എന്നെ തിരിക്കാനോ നിയന്ത്രിക്കാനോ വരരുത് സത്യഭാമേ. ആദ്യം നിങ്ങളുടെ മക്കളെ നേരെയാക്കുക, അത് കഴിഞ്ഞു മതി നാട്ടുകാരെ നന്നാക്കൽ. ഇനിയിപ്പോ എന്നെ വിശ്വാസം വന്നില്ലെങ്കിൽ
നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് സന്തോഷിച്ചോ? ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് സത്യഭാമ. സൂപ്പർ ചേച്ചി എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. വിഷ്ണു ചോദിക്കുകയാണ്, എന്താ അമ്മ, നിന്റെ അനിയത്തി ആ അർജുനോടൊപ്പം ഒരു ഹോട്ടലിലിരുന്ന് ആടിപ്പാടി രസിക്കുകയാണെന്ന്. അല്ല, അമ്മയോട് ആരാ ഇത് പറഞ്ഞത്? ആ രാജേശ്വരി. അന്നേരം വിഷ്ണു പറയുകയാണ്, എന്റെ അമ്മേ, അവരുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അവര് കുളം കലക്കി മീൻ പിടിക്കും, അതൊക്കെ വെറുതെയാണ്. അന്നേരം സത്യഭാമ പറയുകയാണ്, അങ്ങനെയൊക്കെ തള്ളിക്കളയാൻ വരട്ടേടാ. നമുക്ക് എത്ര ഉറപ്പുണ്ടെങ്കിലും ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. അന്നേരം ജയ അവിടേക്ക് വരികയാണ്. സത്യഭാമ ചോദിക്കുകയാണ്, പ്രീതി എവിടെ? പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിരുന്നു, അമ്പലത്തിലേക്കായിരിക്കും എന്നാക്കുകയാണ് വിഷ്ണു. സത്യഭാമ പറയുകയാണ്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അമ്മ ഇതിപ്പോ എങ്ങോട്ടാണ്? അമ്പലമാണോ അർജുനാണോ എന്നൊന്ന് അറിയണമല്ലോ. ഉറപ്പ് വരുത്തിയാലേ എനിക്ക് മനസമാധാനം വരൂ. അതിനുശേഷം പോവുകയാണ് സത്യഭാമ. അമ്മ, ഞാനൊന്ന് പറയുന്നത് കേൾക്കുന്നൊക്കെ പുറകെ നടന്ന് വിഷ്ണു പറയുകയാണ്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ പോവുകയാണ് സത്യഭാമ. നേരം റെസ്റ്റോറന്റിൽ അർജുൻ പ്രീതിയോട് പറയുകയാണ്, വിഷമിക്കേണ്ട പ്രീതി, നമുക്കൊരു ദിവസം വരും. ഒരുപക്ഷെ ശാലിനി അന്ന് പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ടില്ലായിരുന്നെങ്കിൽ. നേരം പ്രീതി പറയുകയാണ്, ഒക്കെ വിധിയാണ് അർജുനേട്ടാ. അല്ല, ഓർഡർ ചെയ്യാൻ പോയ ശാലിനിയെ കണ്ടില്ലല്ലോ ഇതുവരെ. അർജുൻ പറയുകയാണ്, നമ്മളെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി കാണും. ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് പ്രീതി. അവരുടെ സംസാരവും ചിരിയും പറച്ചിലും ഒക്കെ കണ്ട് രാജേശ്വരി കരുതുകയാണ്, ഇപ്പൊ ശരിയാക്കി തരാമടി. ഇനി ഒരിക്കലും നീ നിന്റെ ജീവിതത്തിൽ ചിരിക്കില്ല. അന്നേരം പ്രീതിയെ ഫോൺ വിളിക്കാൻ ശ്രമിക്കുകയാണ് വിഷ്ണു. പക്ഷേ കിട്ടുന്നില്ല. വിഷ്ണു കരുതുകയാണ്, എങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയച്ചതിനു ശേഷം വിഷ്ണു പറയുകയാണ്, ഇതവള് കണ്ടാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാകും. ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി, ഒരു ടൈമിംഗ് വെച്ച് നോക്കുമ്പോൾ സത്യഭാമ എത്താനുള്ള സമയമായി. രാജേശ്വരി പറയുകയാണ്, വാടാ, വഴി തെറ്റിക്കാതെ അവരെ ഇവിടെ തന്നെ എത്തിക്കണം. എനിക്ക് കാണണം ഇതിന്റെ ക്ലൈമാക്സ് എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ബാലചന്ദ്രനും രാജേശ്വരിയും. അതിനുശേഷം ഹോട്ടലിന്റെ ഫ്രണ്ടിൽ റോഡിൽ പോയി സത്യഭാമയെ വെയിറ്റ് ചെയ്യുകയാണ് ബാലചന്ദ്രനും രാജേശ്വരിയും. അപ്പോഴേക്കും സത്യഭാമയുടെ വണ്ടി രാജേശ്വരിയുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ോടുകൂടി വണ്ടിയിൽ നിന്നും ഇറങ്ങിയ സത്യഭാമയോട് രാജേശ്വരി പറയുകയാണ്, വരണം വരണം, വന്നാട്ടെ, നമസ്കാരം. രാജേശ്വരി, അധികം ആഡംബരമൊന്നും വേണ്ട. അവരെവിടെയാ ഉള്ളതെന്ന് പറ. അകത്തേക്ക് ചൂണ്ടിക്കാട്ടി രാജേശ്വരി പറയുകയാണ്, ദേ അവിടെ തന്നെ. അങ്ങോട്ട് വന്നാട്ടെ എന്നും പറഞ്ഞ് സത്യഭാമയെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് രാജേശ്വരി. ഞാൻ നോക്ക്, അവിടെ തന്നെ എന്നും പറഞ്ഞ് അർജുനെ ചൂണ്ടിക്കാട്ടുകയാണ് രാജേശ്വരി. ദേഷ്യപ്പെട്ട് സത്യഭാമ പ്രീതി എന്ന് ഉറക്കെ വിളിക്കുകയാണ്. പക്ഷെ തിരിയുന്നത് ശാലിനിയാണ്. പ്രീതിയുടെ അതേ ഡ്രസ്സിൽ നിൽക്കുകയാണ് ശാലിനി കസേരയിൽ നിന്നും എഴുന്നേൽക്കുകയാണ്. ശാലിനിയെ കണ്ട് ആകെ ഒന്ന് ഞെട്ടുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും. എഴുന്നേറ്റ് ശാലിനി ചോദിക്കുകയാണ്, എന്നെയാണോ വിളിച്ചത്? സത്യഭാമയുടെ മുൻപിലേക്ക് വന്ന് ശാലിനി പറയുകയാണ്, എന്റെ പേര് പ്രീതി എന്നല്ല, ശാലിനി എന്നാണ്. ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, ചീ പോടി. അന്നേരം ശാലിനി പറയുകയാണ്, സന്തോഷം, താങ്ക് യു വെരി മച്ച്. സത്യഭാമയ്ക്ക് നേരെ സലാം കാണിച്ചിട്ട് തിരിഞ്ഞു നടക്കുകയാണ് ശാലിനി. അത് കണ്ട് ചിരിക്കുകയാണ് അർജുൻ. ശാലിനി പോയ ശേഷം രാജേശ്വരി പറയുകയാണ്, ഇത് ഇങ്ങനെയല്ല, ഇവിടെ വേറെ എന്തോ. അന്നേരം സത്യഭാമ പറയുകയാണ്, രാജേശ്വരി വരൂ. അങ്ങോട്ട് നടന്നു നിന്ന ശേഷം സത്യഭാമ പറയുകയാണ്, എന്റെ ഒരു അഭ്യുദയകാംക്ഷിയാണ് രാജേശ്വരി അല്ലേ? പിന്നല്ലാതെ, ഞാൻ മാത്രമല്ല, ഇവനുമുണ്ട് ബാലചന്ദ്രൻ. ബാലചന്ദ്രനോ എന്ന് പറഞ്ഞ് ബാലചന്ദ്രന് നേരെ തിരിയുകയാണ് സത്യഭാമ. അതെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, എന്റെ മകൻ വിഷ്ണു ഒരു പെണ്ണിനൊപ്പം റബ്ബർ സ്റ്റേറ്റിൽ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് നീയാണ് അല്ലേ? അതെ സത്യാഭേ, അത് ഞാനാ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും ബാലചന്ദ്രനെ അടിക്കുകയാണ് സത്യഭാമ. അയ്യോ എന്ന് രാജേശ്വരി വയ്ക്കുമ്പോഴേക്കും അടി രാജേശ്വരിക്കും കൊടുക്കുകയാണ് സത്യഭാമ. സത്യഭാമ ചോദിക്കുകയാണ്, ഇതെന്തിനാണെന്നറിയാമോ രാജേശ്വരിക്ക്? എനിക്ക് 2 മക്കളുണ്ട്. എന്റെ 2 കണ്ണുകൾ, ഇനി അവരെ പറ്റി ഒരപവാദം പറയരുത്, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് രാജേശ്വരിക്കും ബാലചന്ദ്രനും താക്കീത് നൽകിയ ശേഷം അവിടെ നിന്നും പോവുകയാണ് സത്യഭാമ. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും. പിന്നീട് വേഷമൊക്കെ മാറി പ്രീതിയും അർജുനും ശാലിനിയും കൂടി പോകുന്നത് രാജേശ്വരി കാണുകയാണ്. രാജേശ്വരി പറയുകയാണ്, ഡാ അത് നോക്ക്, എടാ അവള് നമ്മളെ ചതിച്ചു. എങ്ങനെ ചേച്ചി? പിന്നീട് കാണിക്കുന്നത് പ്രീതിക്ക് വിഷ്ണുവിന്റെ മെസ്സേജ് വരുന്നതാണ്. മെസ്സേജ് അർജുന് കാണിക്കുകയാണ് പ്രീതി. ഫോൺ ശാലിനി വാങ്ങുമ്പോൾ പെട്ടെന്ന് രാജേശ്വരിയും ബാലചന്ദ്രനെയും കാണുകയാണ് അർജുൻ. അതിനുശേഷം ശാലിനി എന്ന് വിളിച്ച് രാജേശ്വരിയെ കാട്ടുകയാണ് അർജുൻ. ശാലിനി പറയുകയാണ്, അപ്പോ ഇത് ഇവരുടെ പരിപാടി ആണല്ലേ, ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ വിളിക്കുകയാണ്. പ്രീതി വാ. അർജുനേട്ട ഒരു സെക്കൻഡ്. ബാലചന്ദ്രനും രാജേശ്വരിയും പുറത്തേക്ക് ഇറങ്ങി സത്യഭാമയെ കാത്തു നിൽക്കുമ്പോഴേക്കും പ്രീതിയെയും കൂട്ടിപ്പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ് ശാലിനി. സത്യഭാമയെ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്കും പ്രീതിയുടെ അതേ സീറ്റിൽ പ്രീതിയുടെ അതേ ഡ്രസ്സിൽ വന്നിരിക്കുകയാണ് ശാലിനി. തിരിച്ച് സന്തോഷിച്ച് വർത്തമാനം പറയുന്ന അർജുനെയും പ്രീതിയെയും ശാലിനിയെയും കണ്ടിട്ട് ദേഷ്യത്തോടു കൂടി രാജേശ്വരി പറയുകയാണ്, ചതിയാടാ ചതി. ഓ, ആ സത്യഭാമയെ വീണ്ടും വിളിക്കട്ടെ? വേണ്ടടാ, അതിനുള്ള അവസരം വീണ്ടും വരും.
തടവിക്കൊണ്ട് രാജേശ്വരി പറയുകയാണ്, ഇപ്പോൾ ഒരു അടി കൂടി താങ്ങാൻ പറ്റില്ല. കിട്ടിയതെല്ലാം ഒന്നിച്ച് ചേർത്ത് കൊടുക്കണം അവൾക്ക്. കൊടുക്കും ഈ രാജേശ്വരി. പിന്നീട് കാണിക്കുന്നത് റോഡിൽ കൂടി വണ്ടി ഓടിച്ചു പോവുകയാണ് ശാലിനി. തൊട്ടടുത്തുകൂടി വണ്ടി ഓടിച്ചു വരികയാണ് അർജുന്, കൂടെ പ്രീതിയും. സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോകുന്നതിനിടയ്ക്ക് പെട്ടെന്നൊരു കാർ ഓവർടേക്ക് ചെയ്ത് കയറുകയാണ്. നിയന്ത്രണം വിട്ട് അർജുന്റെ ബൈക്ക് റോഡിൽ നിന്നും തെന്നി മാറുകയാണ്. എന്നിട്ട് അവർ വീഴുന്നു. റോഡിലേക്ക് വീഴുകയാണ് അർജുനും പ്രീതിയും. തിരിച്ച കാർ നിർത്താതെ പോവുകയാണ്. പെട്ടെന്ന് സ്കൂട്ടി നിർത്തി അതിൽ നിന്നും ഇറങ്ങുകയാണ് ശാലിനി. അടുത്ത് നിന്നും പ്രീതി പതിയെ എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ അർജുൻ ബോധം കെട്ട് വീഴുകയാണ്. വന്ന ശാലിനി പ്രീതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം ചോദിക്കുകയാണ്, പ്രീതി എന്ത് പറ്റി? ബാലൻസ് പോയതാണെന്ന് തോന്നുന്നു. ഒന്നും പറ്റിയില്ലല്ലോ? കുഴപ്പമില്ല. നേരം റോഡിൽ കിടക്കുന്ന അർജുനെ ശ്രദ്ധിക്കുകയാണ് പ്രീതിയും ശാലിനിയും. അർജുനേട്ടൻ ഇല്ലല്ലോ എന്നും പറഞ്ഞ് അർജുന്റെ അടുത്തേക്ക് ചെന്ന് അർജുനെ തട്ടി വിളിക്കുകയാണ് ശാലിനിയും പ്രീതിയും. ശാലിനി പറയുകയാണ്, ബോധം പോയെന്ന് തോന്നുന്നു. ഒക്കെ നോക്കി ശാലിനി പറയുകയാണ്, അയ്യോ, ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് അർജുനേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അന്നേരം പ്രീതി പറയുകയാണ്, ഹോസ്പിറ്റൽ ഒരുപാട് ദൂരെയല്ലേ ശാലിനി? നമ്മുടെ വീടെത്താറായില്ലേ? ഇവിടെ ഫാമിലി ഡോക്ടർ ഉണ്ട്, വിളിക്കാം. എങ്കിൽ പെട്ടെന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ പ്രീതി ഫോൺ പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം അവിടേക്ക് നോക്കിയ ശേഷം തറയിൽ നിന്നും ഫോൺ കിട്ടുകയാണ് പ്രീതിക്ക്. പ്രീതി ഫോൺ ചെയ്ത ശേഷം പറയുകയാണ്, ഹലോ ഡോക്ടർ, ഞാൻ പ്രീതിയാണ്, സത്യഭാമയുടെ മകൾ. ഡോക്ടർ, പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരണമല്ലോ, ഒരു എമർജൻസിയാണ്. താമസിക്കരുത് പ്ലീസ്. ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് പ്രീതി. ശാലിനി ചോദിക്കുകയാണ്, എന്തായി? ശാലിനി, ഡോക്ടർ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശാലിനി പറയുകയാണ്, എങ്കിൽ വാ, നമുക്ക് എഴുന്നേൽപ്പിക്കാം. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് അർജുനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഒരു ഓട്ടോയിൽ അർജുനെയും കൂട്ടി ശാലിനിയും പ്രീതിയും കൂടി സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഒരു അബോധാവസ്ഥയിൽ ഓട്ടോയിലിരിക്കുന്ന അർജുനോട് പ്രീതി ചോദിക്കുകയാണ്, അർജുനേട്ട ഇപ്പൊ എങ്ങനെയുണ്ട്? അർജുൻ അപ്പോഴേക്കും കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. ശാലിനി പറയുകയാണ്, ഭാഗ്യം, ഒരു ചെറിയ ബോധം ഉണ്ടെന്ന് തോന്നുന്നു, പെട്ടെന്ന് ഇറക്കിക്കേ. പ്രീതിയും ശാലിനിയും കൂടി അർജുനെ താങ്ങിക്കൊണ്ടുവരുന്നത് കാണുകയാണ് രാഘവൻ നായർ. അപ്പോഴേക്കും റെസ്റ്റോറന്റിൽ പോയ സത്യഭാമയും തിരിച്ചെത്തുകയാണ്. അർജുനെയും പിടിച്ച് അകത്തേക്ക് കയറുകയാണ് പ്രീതിയും ശാലിനിയും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.